നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. പാലക്കാട്ട് കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത്. ലഭിച്ച പരാതികൾ നിയമത്തിനകത്തുനിന്ന് പരമാവധി പരിഹരിക്കാനാണ് ശ്രമമെന്നും മന്ത്രി. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൌസിംഗ് കോളനി ഫ്ളാറ്റിലേക്ക് പടക്കമേറുണ്ടായത് ഇന്നലെ രാത്രി. പ്രായപൂർത്തിയാകാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഓൺലൈൻ OP ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനമായി. ഈ ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ 46 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാം. സംവിധാനം ഏർപ്പെടുത്തിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഈസ്റ്റ് മനശ്ശേരിയിൽ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തു. അപകടം നടന്നത് ഇന്നലെ വൈകിട്ട്. വയോജന നയ രൂപീകരണം എങ്ങുമെത്താത്ത സാഹചര്യം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ വ്യക്തമായ ഉത്തരം നൽകണമെന്ന് കേരള സർവീസ് പെൻഷൻ കൗൺസിൽ. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ KSPCയുടെ ഒപ്പുശേഖരണ ക്യാമ്പ്. സർക്കാർ പെൻഷൻ സമൂഹത്തോട് നീതി കാണിക്കുന്നില്ലെന്ന് കൗൺസിൽ ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കരുതലും കൈത്താങ്ങും പാലക്കാട് താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിനിടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നിയമങ്ങൾ മറികടക്കാൻ സാധ്യമല്ലെങ്കിലും ലഭിച്ച പരാതികൾ നിയമത്തിനകത്തു നിന്നുകൊണ്ടുതന്നെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. മുൻകൂട്ടി ഓൺലൈനായി ലഭിച്ച പരാതികൾ അദാലത്ത് ദിനത്തിൽ തന്നെ പരിഗണിച്ചു. തത്സമയം ലഭിച്ച പരാതികൾ പരിശോധിച്ച് പരമാവധി സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. ഭൂമി തരം മാറ്റൽ കരുതലും കൈത്താങ്ങിൽ പരിഗണിക്കുന്ന വിഷയമല്ലെങ്കിലും നിരവധി പേർ ഇത് സംബന്ധിച്ച പരാതികളുമായി വരുന്നത് പരിഗണിച്ച് ഇതിനായി പ്രത്യേക അദാലത്ത് ഉടൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ ഓൺലൈൻ പരാതികളിൽ ഇന്ന് തന്നെ തീർപ്പുണ്ടാവും. ഇന്ന് നേരിട്ട് ചിലർ പരാതിയായി വന്നിട്ടുണ്ടാവും. ആ പരാതി വാങ്ങും, പരിശോധിക്കും. തീർപ്പാക്കാവുന്നതാണെങ്കിൽ ഇന്ന് തീർപ്പാക്കും. എല്ലാം ഇന്ന് തീർപ്പാക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാനാവില്ല. കാരണം കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരും, ഫയലുകൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നേരിട്ട് വരുന്ന അപേക്ഷകളാവുമ്പോൾ അതിൻ്റെ രേഖകളെല്ലാം ഇവിടെ ലഭ്യമാവില്ല. അപ്പോൾ ഒന്നാമത്തെ പരിഗണന നേരത്തെ ഓൺലൈനിൽ കൊടുത്ത പരാതികൾ തീർപ്പാക്കുന്നതിനാണ്. എല്ലാവരും പരാതിക്കാരായിട്ടുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നേരിട്ട് കടലാസുമായിട്ട് വരുന്നവരുടേത് എല്ലാ പരാതിയും സ്വീകരിക്കും. ഇന്ന് പരിഹാരം സാധ്യമാണെങ്കിൽ ഇന്നുണ്ടാക്കും. എല്ലാം സാധ്യമാവില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാത്തത് പിന്നീട് അതിന് സമയബന്ധിതമായി തീർപ്പുണ്ടാക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പരാതി പരിഹാരത്തിന് നേതൃത്വം നൽകി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, MLA-മാരായ കെ ശാന്തകുമാരി, എ പ്രഭാകരൻ, ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര, ADM കെ മണികണ്ഠൻ, RDO എസ് ശ്രീജിത്ത്, ഡെപ്യൂട്ടി കലക്ടർ സച്ചിൻ കൃഷ്ണ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. പുല്ലഴി കേരള സ്റ്റേറ്റ് ഹൌസിംഗ് കോളനിയിലെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരെ ടൗൺ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കെട്ടിടത്തിലെ സുശീൽ കുമാർ എന്നയാളുടെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. സ്ഫോടന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. തുടർന്ന് വെസ്റ്റ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ 3 പേർ പടക്കവുമായി ഓടിപ്പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രായപൂർത്തിയാകാത്ത 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇതേ കെട്ടിടത്തിലെ മറ്റൊരു ഫ്ളാറ്റിലെ കുട്ടികളുമായി പടക്കം എറിഞ്ഞ കുട്ടികൾക്ക് തർക്കം നിലനിന്നിരുന്നു. ഇതിൻ്റെ പ്രതികാരം എന്നോണമാണ് പടക്കമെറിഞ്ഞത്. എന്നാൽ പടക്കമെറിഞ്ഞ ഫ്ളാറ്റ് മാറിപ്പോയതായാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം എന്തുതരം സ്ഫോടക വസ്തുവാണ് എറിഞ്ഞതെന്ന് കണ്ടെത്താനായി ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി OP ടിക്കറ്റ് എടുക്കാൻ വരി നിന്ന് മുഷിയേണ്ടതില്ല. ഡോക്ടറുടെ സേവനത്തിനായി വീട്ടിലിരുന്ന് ബുക്കിംഗ് ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ ജില്ലാ പഞ്ചായത്ത് ഒരുക്കി. ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാവുന്ന സംവിധാനമാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രി ഈ ഹെൽത്തിലേക്ക് മാറിയതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്.
ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പ്രവേശിച്ച് സ്ഥിരം UHIDയും പാസ്വേഡും നൽകിയാൽ ജില്ലാ ആശുപത്രി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചികിത്സ വേണ്ട വിഭാഗവും അനുയോജ്യമായ സമയവും തിരഞ്ഞെടുക്കാം. ഇതിനായി ഏകീകൃത തിരിച്ചറിയൽ കാർഡ് വേണം. ഡിസംബർ ആദ്യവാരമാണ് ജില്ലാ ആശുപത്രി ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറിയതെങ്കിലും OP ടിക്കറ്റ് ഓൺലൈൻ ബുക്കിങ്ങിന് സൗകര്യമൊരുക്കിയത് 2 ദിവസം മുമ്പാണ്. ആദ്യ ദിനം 4 പേരും രണ്ടാം ദിനം 9 പേരുമാണ് ഓൺലൈനായി OP ടിക്കറ്റ് എടുത്തത്. ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ എല്ലാം ഓൺലൈൻ ബുക്കിംഗ് നടത്താമെന്ന സവിശേഷതയുമുണ്ട്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയുമടക്കം ജില്ലയിലെ 46 ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8 മണിയോടെ ഒന്നാംകല്ല് സെന്ററിലായിരുന്നു അപകടം. ഒന്നാംകല്ല് സ്വദേശിയായ പുതുവീട്ടിൽ 70 വയസ്സുള്ള നബീസയുടെ ഇടതുകാലിലൂടെയാണ് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയത്. കുന്നംകുളത്തേക്ക് യാത്ര ചെയ്യാനായി രാവിലെ 8 മണിയോടെ ഒന്നാംകല്ലിൽ നിന്ന് ബസ്സിൽ കയറിയ നബീസ ബസ് കുന്നംകുളത്തേക്കല്ല പട്ടാമ്പിയിലേക്കാണെന്നും തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും മനസ്സിലാക്കി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയായിരുന്നു. ധൃതിയിൽ ബസ്സിൽ നിന്നിറങ്ങിയ വയോധിക കാൽ മടങ്ങി വീഴുകയും ബസ്സിൻ്റെ പിൻചക്രങ്ങൾ വയോധികയുടെ ഇടതുകാലിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് വയോധികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം ഈസ്റ്റ് മനശ്ശേരിയിൽ നാടിഞ്ഞു നടക്കിയ അപകടത്തിൽ യുവതി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സ്വകാര്യ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ലക്കിടി മംഗലം ഓടത്തെ വീട്ടിൽ രജിതയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ബസ്സിനടിയിൽ കുടുങ്ങിയ സ്കൂട്ടർ 50 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അത്ഭുതകരമായാണ് യുവതി രക്ഷപ്പെട്ടത്. വയോജന നയ രൂപീകരണം എങ്ങുമെത്താത്ത സാഹചര്യം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ ഉത്തരം നൽകണമെന്ന് കേരള സർവീസ് പെൻഷൻ കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PT സണ്ണി. ആനുകൂല്യ നിഷേധത്തിനെതിരെ KSPC പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഒപ്പുശേഖരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയോജന നയരൂപീകരണം എങ്ങുമെത്താത്ത സ്ഥിതി എങ്ങനെയുണ്ടായെന്ന് ഭരണാധികാരികൾ വിശദീകരിക്കണമെന്നും PT സണ്ണി ആവശ്യപ്പെട്ടു. പെൻഷൻ പരിഷ്കരണം കാലോചിതമായി നടക്കുന്നില്ല. ക്ഷാമാശ്വാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. കേരളത്തിൽ 70 വയസ്സ് കഴിഞ്ഞവരുടെയും 100 വയസ്സ് പൂർത്തിയായവരുടെയും എണ്ണം വർദ്ധിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വയോജന നയമാണ് വേണ്ടതെന്നും സണ്ണി പറഞ്ഞു. അതിശക്തമായിട്ടുള്ള സംഘടനകൾ അവരുടെ ശക്തി അതിനനുസരിച്ച് പ്രയോഗിക്കാതിരിക്കുകയും തികച്ചും സങ്കുചിതമായ രീതിയിലും അതോടൊപ്പം തന്നെ സെക്ടേറിയൻ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഭേദങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സംവിധാനം ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതനുസരിച്ച് ഡിമാൻഡുകൾ വയ്ക്കുന്നതിൽ മാറ്റങ്ങൾ വരുന്നു. അതിൽ ശക്തി കുറയ്ക്കുന്നു, ശക്തി കൂട്ടുന്നു. ഇത്തരം രീതിയിൽ ഒരു സംഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യതിചലനം ഉണ്ടാകുന്ന ഒരു സന്ദർഭം പലപ്പോഴായി ഉണ്ടായ ഘട്ടത്തിലാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ടി വന്നത്. KSPC ജില്ലാ പ്രസിഡന്റ് KN ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PD അനിൽകുമാർ, AKSTU ജില്ലാ പ്രസിഡന്റ് രണദിവെ, KC അശോകൻ, KSPC ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. CNG ഓട്ടോറിക്ഷയിൽ വാതക ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായമില്ല. ഷൊർണൂർ നഗരസഭ ജനറൽ ആരോഗ്യ വിഭാഗങ്ങളുടെ പുതിയ കെട്ടിടം തുറന്നു നൽകി. വെള്ളിയാഴ്ച രാവിലെ P മമ്മിക്കുട്ടി MLA നാടമുറിച്ച് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ V വേണുഗോപാലൻ സ്വാഗതവും ഡിവിഷൻ കമ്മിറ്റി അംഗം സേതുമാധവൻ നന്ദിയും പറഞ്ഞു. 19-ാം വാർഡിലെ വീടുകളിൽ കയറിയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുട്ടികളെ സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറം സ്വഭാവത്തെയും ശീലത്തെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി സമൂഹത്തിൽ
അധ്യാപകർക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ മഹത്വമുള്ളവരാകുന്നത് എന്നും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA കേരളശ്ശേരി NEUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിലുള്ള അധ്യാപകർ സിലബസ് പഠിപ്പിക്കുന്നതിനപ്പുറത്ത് കുട്ടിയെ അവരുടെ സ്വഭാവത്തെയും ശീലത്തെയും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർക്ക് ഉത്തരവാദിത്വവും ചുമതലയുമുണ്ട് എന്നുകൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കാനാകും. നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർ അതുകൊണ്ടാണ് എല്ലാ സന്ദർഭത്തിലും ഏറ്റവും മഹത്വമുള്ളവരായി മാറുന്നത്. റിട്ടയർ ചെയ്ത പിന്നെ ആരെയും ആ നിലയിലുള്ള ബഹുമാനം നാട് നൽകി ആദരിക്കാറില്ല. പക്ഷേ ഒരു ടീച്ചർ, ഒരു മാഷ് റിട്ടയർ ചെയ്ത് മരണം വരെയും അവർ ടീച്ചറും മാഷുമായി അവരുടെ ജീവിതത്തിൽ തുടരുകയാണ്. മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് പോലെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ സമൂഹം അധ്യാപകർക്ക് നൽകുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ നിർവഹിച്ചു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MS മന്നാടിയാർ വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെയും ആദരിച്ചു. HM ഇൻചാർജ് ബേബി പ്രിയ റിപ്പോർട്ട് വായിച്ചു. മങ്കര പഞ്ചായത്ത് അംഗം MV രമേശ്, BPC അജിത്, മുൻ പ്രധാനാധ്യാപകൻ MP ശ്രീകുമാർ, വേണുജി നായർ, PTA പ്രസിഡന്റ് PV രാജകുമാരൻ, MTA പ്രസിഡന്റ് ബീന, സിദ്ദിഖ്, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, KKA റഹ്മാൻ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ MP നാരായണൻകുട്ടി സ്വാഗതവും PK അൻസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. KP രാമനുണ്ണി MT അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്നോട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞതാണ്, മമ്മൂട്ടിനെ കഴിച്ചിലാക്കിയ പാർട്ടിയല്ലേ എന്ന് വെച്ചു. മമ്മൂട്ടിനെ കഴിച്ചിലാക്കിയ പാർട്ടിയല്ലേ എന്ന് വെച്ചു. ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ തുഞ്ചൻ സ്മാരകത്തിനെയാണെങ്കിൽ, മാതൃഭൂമിയെയാണെങ്കിൽ, കേരള സാഹിത്യ അക്കാദമി, സിനിമയെയാണെങ്കിൽ, സാഹിത്യത്തിനെയാണെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് സ്പർശിച്ചത്, ഇതിനൊന്നും സ്പർശിച്ചിട്ടില്ലെങ്കിലും MT എന്ന വാക്ക് ഒരു സവിശേഷ മന്ത്രം പോലെ മലയാള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കും. മലയാളം വിഭാഗം മേധാവി ഡോക്ടർ HK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര സ്വാഗതം പറഞ്ഞു. കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് MT അനുസ്മരണം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ശനിയാഴ്ച വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടക്കും. വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന 3 വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് 30 ലക്ഷം രൂപ നൽകുമെന്ന് സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ MB രാജേഷ് ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് റിപ്പോർട്ട് അവതരിപ്പിക്കും. ട്രഷറർ KK ഹരിദാസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളുമായി 800 പേർ യോഗത്തിൽ പങ്കെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുടെ സപ്പോർട്ടിൻ്റെ നേതൃത്വത്തിൽ 1 വർഷത്തിനുള്ളിൽ നേരത്തെ 2 പേർക്ക് ധനസഹായം നൽകിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് 3 പേർക്ക് കൂടി 10 ലക്ഷം രൂപ വെച്ച് ധനസഹായം നൽകുന്നത്. സപ്പോർട്ട് പദ്ധതിക്ക് പുറമെ പലതരത്തിലുള്ള സഹായങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകുന്നുണ്ടെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റ് KPA റസാഖ് പറഞ്ഞു. വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരിക്കുന്ന മരണപ്പെട്ട 3 പേർക്ക് 10 ലക്ഷം രൂപ വീതം സഹായ വിതരണവും 25/4/2025 വാവന്നൂർ ഗാമിയ കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ്. അതായത് നാളെ. ഈ പദ്ധതി 1 വർഷം മുന്നെയാണ് ജില്ലയിൽ തുടക്കം കുറിച്ചത്.
ഇതിൽ നിന്നും മരണപ്പെട്ട 2 പേർക്ക് ഇതിൻ്റെ മുന്നേ ജില്ലാ കമ്മിറ്റി 10 ലക്ഷം രൂപ വീതം നൽകുകയുണ്ടായി. ഇന്ന് 3 പേർക്കാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് നാളെ നടക്കുന്ന പരിപാടിയിൽ വെച്ച് നൽകുന്നത്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, ട്രഷറർ KT ഷാജി, പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ താമസിക്കുന്ന അത്തിക്കൽ വീട്ടിൽ ബേബി ഷക്കീലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി മണ്ണൂർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 30,000 രൂപയുടെ ചെക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ യൂസഫ്, ഹക്കീം മാസ്റ്റർ എന്നിവർക്ക് കൈമാറി. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ, ഭാരവാഹികളായ ബാലകൃഷ്ണൻ, തങ്കപ്പൻ, വാസു മാസ്റ്റർ, വിജയൻ, ജയകൃഷ്ണൻ, രാമചന്ദ്രൻ എന്നിവർ പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മളൊരു ഇടയ്ക്ക് 10,000 രൂപ എല്ലാ കിഡ്നി പേഷ്യൻ്റെ കൊടുക്കും, 5,000 രൂപ എല്ലാ കിഡ്നി പേഷ്യൻറ്റും അത് തുടർച്ചയായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവൻ്റെ സ്ഥിതി എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ 20,000 രൂപ കഴിഞ്ഞ ആഴ്ച അതല്ലെങ്കിൽ നമുക്കൊരു 50,000 രൂപയ്ക്ക് എത്തിക്കണമെന്ന് കരുതിയതാണ്. പരമാവധി ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് വീണ്ടും ഞങ്ങൾ സഹായിക്കുക. കാരണം നിങ്ങളൊക്കെ ഇതിന് മുൻകൈയെടുത്ത് ഇറങ്ങുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കോട്ടായി പുളിനെല്ലി അഞ്ചുമൂർത്തി ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലെ മണ്ഡലകാല സമാപനത്തിന്റെ ഭാഗമായി വിളക്ക്, പെരുമ്പൂജ, താലപ്പൊലി ഉത്സവങ്ങൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും മുന്തരിയൂട്ട്, കേളി സമേതം ദീപാരാധന തുടങ്ങിയ ക്ഷേത്ര ആചാരമായ ചടങ്ങുകളും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട്ട് കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത്. ലഭിച്ച പരാതികൾ നിയമത്തിനകത്തുനിന്ന് പരമാവധി പരിഹരിക്കാനാണ് ശ്രമമെന്നും മന്ത്രി. തൃശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനി ഫ്ളാറ്റിലേക്ക് പടക്കമേറുണ്ടായത് ഇന്നലെ രാത്രി. പ്രായപൂർത്തിയാകാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഓൺലൈൻ OP ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനമായി. ഇ-ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ 46 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാം. സംവിധാനം ഏർപ്പെടുത്തിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഈസ്റ്റ് മനശ്ശേരിയിൽ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ യുവതി അപകടനില തരണം ചെയ്തു. അപകടം നടന്നത് ഇന്നലെ വൈകിട്ട്. വയോജന നയ രൂപീകരണം എങ്ങുമെത്താത്ത സാഹചര്യം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ വ്യക്തമായ ഉത്തരം നൽകണമെന്ന് കേരള സർവീസ് പെൻഷൻ കൗൺസിൽ. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ KSPCയുടെ ഒപ്പുശേഖരണ ക്യാമ്പയിൻ. സർക്കാർ പെൻഷൻ സമൂഹത്തോട് നീതി കാണിക്കുന്നില്ലെന്ന് കൗൺസിൽ ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.